ഹായ്. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കാണിക്കാം. കയ്യിൽ കാൽമുട്ടിലും അത്യാവശ്യം പരിക്കുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ ഞായറാഴ്ച 24-ാം തീയതി, ജനുവരി 24-ാം തീയതി എനിക്കൊരു ചെറിയൊരു അപകടം ഉണ്ടായി. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീലറിൽ ബൈക്ക്, അച്ഛൻ്റെ പഴയ ബൈക്കിൽ ഓടിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോകുമായിരുന്നു. അന്ന് ഈ സിനിമയ്ക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഏകദേശം BMH, പയ്യന്നൂർ BMHൻ്റെ അടുത്തെത്തുമ്പം, അതായത് ലോക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂരിക്കോല് ലോക്കൽ നെയിം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് മൂരിക്കോല്. ആ മൂരിക്കോവിൽ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഓട്ടോയെ മറികടന്ന് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ നേരെ വിലങ്ങനെ, അതായത് ക്രോസായിട്ട് ഒരു പെണ്ണുങ്ങൾ ഓടിക്കുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-40 വയസ്സുള്ള ഒരു സ്ത്രീ. അപ്പോൾ അവർ ക്രോസായിട്ട് വരുമ്പോൾ ഞാൻ പരമാവധി അത് ചവിട്ടി, ആ ബ്രേക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പാനിക്കായി ബ്രേക്ക് ചവിട്ടി ഞാൻ അവരെ തട്ടാതിരിക്കാൻ വേണ്ടി ഇടത്തോട്ട് ഞാൻ ഒഴിച്ച് മാറ്റി, വണ്ടി ഒന്ന് തിരിച്ചു. സ്വാഭാവികമായിട്ടും എൻ്റെ വണ്ടി സ്കിഡായിട്ട് വീണു. പെട്ടെന്ന് ആ പാനിക്കായി ഞാൻ പെട്ടെന്ന് തിരിച്ചു. കാരണം അവർ ക്രോസായിട്ട് വരുമ്പോൾ അവരെ മുട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു കഴിഞ്ഞപ്പോൾ അത് കല്ലിൻ്റെ മേലെ കയറിയോ സ്കിഡായ മണലിൻ്റെ മേലെ കയറിയോ എങ്ങനെയാണെന്നറിയില്ല, അത് സ്കിഡായിട്ട് ഞാൻ റോഡിൽ തന്നെ വീണു. അങ്ങനെയാണ് കയ്യിലും കയ്യിലും പിന്നെ കാൽമുട്ടിലും എനിക്ക് പരിക്ക് പറ്റിയത്. അപ്പോൾ ഭാഗ്യത്തിന് ഇപ്പം എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല, അതിൽ മുറിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല, ഇപ്പോൾ ഒരുവിധം ശരിയായിട്ട് വരുന്നു. അപ്പോൾ ഈ അപകടത്തിന് ശേഷം ഞാൻ 5 ദിവസം കടയടച്ചിട്ട് ഇരിക്കുകയായിരുന്നു, അത് പലർക്കും അറിയാം. അപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി നേരെ ചൊവ്വേ ഓടിക്കാൻ അറിയാതെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, അതായത് +2-ലെല്ലാം പഠിക്കുന്നതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരും ഒക്കെ അച്ഛൻ്റെയോ അമ്മയുടെയോ മാമൻ്റെയോ ഒക്കെ ബൈക്കും സ്കൂട്ടറുമായിട്ടും ഒക്കെ ഇറങ്ങും, കാറുമായിട്ടൊക്കെ ഇറങ്ങും. അപ്പോൾ ഇവർ സ്വതവേ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ കുഴപ്പമില്ല, ചെറിയ ലോക്കൽ ഓട്ടത്തിന് ഇതൊന്നും കുഴപ്പമില്ല എന്ന്. അതുപോലെ തന്നെ കൂടുതലും സ്ത്രീകൾ, പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും ഇല്ലാതെ പോലും അവർ ഓരോരോ സ്കൂട്ടർ, ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ സഹോദരൻ്റെയോ എല്ലാം സ്കൂട്ടർ എടുത്തിട്ട് ഇവരിങ്ങനെ ഇറങ്ങും. ഇവർക്കൊന്നും പ്രോപ്പറായിട്ട് ഓടിക്കാൻ അറിയില്ല, തുഴയാണ് ചെയ്യുക കൂടുതലായിട്ട്. തുഴയുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കാലപ്പുറം ഇപ്പുറവും ചവിട്ടി പതുക്കെ നേരെ ചൊവ്വേ പഠിച്ചിട്ട് ഇവർക്കൊക്കെ ഇറങ്ങിയാൽ പോരെ, ലൈസൻസ് കിട്ടിയിട്ട് ഇറങ്ങിയാൽ പോരെ. ഇനി ലൈസൻസ് കിട്ടിയിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടിയ പലരുടെ ഓടിപ്പ് കണ്ടു കഴിഞ്ഞാൽ അയ്യോ, നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് തൊഴുതു പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് അതോടൊപ്പം പറയാനുള്ളത് MPDയോടും ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രിയോടും, അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാറിനോടും പറയാനുള്ളത്, ലൈസൻസ് കൊടുക്കുന്നത് സ്ട്രിക്റ്റ് ആക്കുക തന്നെ വേണം. അത് മാത്രം പോരാ, കൃത്യമായിട്ട് ചെക്കിങ്ങും വേണം. കാരണം പലപ്പോഴും എത്രയോ പ്രാവശ്യം ഞാനിങ്ങനെ അപകടത്തിൽ നിന്ന് വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഓരോരാൾ ഓടിക്കുന്നത് കണ്ടിട്ട്. കാരണം ഈ മറ്റ് ജോലി പോലെയല്ല ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്.